വേണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോവാ. ഞാൻ ഒരിക്കലും നിന്നെ ഇവിടെ പിടിച്ചു വെക്കൂല. വ്യസനസമേതം ബന്ധുമിത്രാദികൾ. റൈറ്റർ ഡയറക്ടർ എസ് വിപിൻ. പ്രൊഡ്യൂസ്ഡ് ബൈ വിപിൻ ദാസ്. വാഴയ്ക്ക് ശേഷം വിപിൻ ദാസിന്റെ ഒരു പ്രൊഡക്ഷനിലെ ഫിലിമാണ് വ്യസനസമേതം. പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഗംഭീര ഫാമിലി എന്റർടൈൻമെന്റ് ഫിലിം. വളരെ രസകരമായി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പടം കുറച്ച് തമാശകളൊക്കെ ആയിട്ട് തുടങ്ങി ഒരു പോയിന്റിൽ ഒരു മരണം സംഭവിക്കുകയും അതിനുശേഷം ഉണ്ടാവുന്ന അന്യായ കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഗംഭീര സിനിമ. ഈ മരണത്തിന് ശേഷം അവിടെ സിജു സണ്ണി അതുപോലെ തന്നെ ജോമോ ജോർജ് എത്തുകയാണ്. അവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ അന്യായ കോമഡിയാണ്. ഈ ജോമോ ജോർജ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അന്യായ പെർഫോമൻസ് ആണ് പുള്ളിക്ക്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസി ആയിട്ടാണ് പുള്ളി ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതായത് ഗുരുവായൂരമ്പലനടയിലും വാഴയിലൊക്കെ കണ്ട പോലെ തന്നെ സെയിം ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ടൈപ്പ് ഓഫ് സെയിം സംഭവം തന്നെ. പക്ഷെ ഇതിൽ അതിൻ്റെ ഒക്കെ ഒരു വേറൊരു ടൈപ്പ് ഓഫ് കിടിലം പരിപാടി പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പുള്ളിക്ക് അവിടെ കൊടുത്തിരിക്കുന്ന സ്കോറും മൊത്തത്തിൽ പടത്തിന് അടിപൊളിയായിട്ടുണ്ട് ആ സീനൊക്കെ. അതുപോലെ തന്നെ ഇതിൽ സ്കോർ ചെയ്തിരിക്കുന്ന അങ്കിത് മേനനാണ്. ഗുരുവായൂരമ്പലനടയിലൊക്കെ ചെയ്ത സെയിം ആ സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഒരു സെയിം ടൈപ്പ് ഓഫ് കോമഡി പരിപാടി എല്ലാം തന്നെയാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ ഒത്തിരി ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവർക്ക് കിട്ടിയ ആ ഒരു റോൾ അവരവരുടെ ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അസീസ് നെടുമങ്ങാട് ഇതിൽ അനശ്വരയുടെ അച്ഛനായിട്ടാണുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഇപ്പോൾ കോമഡിയൊക്കെ വിട്ടിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നു. വാഴയ്ക്ക് ശേഷം വാഴയിലെ പോലെ തന്നെ ഒരു റോള്, പക്ഷെ വാഴയിലെ പോലെ അല്ല, ഒട്ടും സാമ്യമില്ല. വാഴയിൽ പുള്ളി കുറച്ച് സീരിയസ് റോളിൽ പുള്ളി കുറച്ച് റഫ് ആൻഡ് ടഫ് ആണ്. ഇതിൽ സീരിയസ് റോളാണ്, പക്ഷെ പുള്ളി പാപം പിടിച്ച ഒരു അച്ഛൻ, അങ്ങനത്തെ റോളാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അനശ്വരയുടെ അമ്മയായിട്ട് നമ്മുടെ മിനി സ്ക്രീനിലൊക്കെ ഉള്ള ഒരു ഈ സ്കിറ്റിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഗംഭീരമായിട്ടാണ് പുള്ളിക്കാരി കോമഡിയുടെ സെക്ഷൻ ആയാലും അതുപോലെ തന്നെ ക്ലൈമാക്സിലുള്ള കുറച്ച് ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ പടത്തിൽ എടുത്തുകൊണ്ട് മറ്റൊരു കാര്യം അത് തന്നെയാണ്. ഈ പടത്തിൽ അവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒത്തിരി എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ റീൽസും പരിപാടി ചെയ്യുന്ന ഒത്തിരി ആളുകൾക്ക് അവർ ഈ പടത്തിൽ ചാൻസ് കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു റോളല്ല, കുറച്ച് സമയം ഒരു സ്ക്രീനിലുള്ളൂവെങ്കിലും വളരെ രജിസ്റ്റർ ആവുന്ന ടൈപ്പ് ഓഫ് റോളാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അതിലൊരു മെയിൻ റോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചൂരലിലെ അതിൽ ആ ഒരു ജസീം എന്ന് പറഞ്ഞ പുള്ളിക്കാണ്. പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന റോള് ചൂരല്ല പുള്ളിനെ നമ്മൾ ആ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് റോൾ ചെയ്യുന്ന ഒരാളാണ് ഓർക്ക് പോലും. ഇതിലൊരു പുള്ളി ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പുള്ളി പക്ക അടിപൊളിയായിട്ട് പുള്ളി ആ റോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോബി, പുള്ളിയും ഇപ്പോൾ ഇതുപോലെ തന്നെ കോമഡി റോളൊക്കെ വിട്ടിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നു. സിജു സണ്ണി ഗുരുവായൂരമ്പലനടയിലൊക്കെ പോലത്തെ ഒരു ക്യാരക്ടർ എന്നാൽ കുറച്ചുകൂടി വെസറ്റൈലായിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ട് പുള്ളിയുടെ റോളും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിജു സണ്ണിയും ജോയ്മോനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയാണ്. അവരുടെ ആ ഒരു കോംബോയിൽ വരുന്ന തമാശകളും കാര്യങ്ങളൊക്കെ ഭയങ്കര എന്റർടൈനിങ് സെക്ഷൻസ് ആയിരുന്നു അതൊക്കെ. അനശ്വര എല്ലാ സിനിമയിലും പുള്ളിക്കാരി കിട്ടുന്ന റോൾ എന്താണോ ചെയ്യേണ്ടത് അത് വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇമോഷനൊക്കെ കൺവേ ചെയ്യാൻ വളരെ വളരെ അടിപൊളിയായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ ഇവരുടെ ആ ഒരു അമ്മൂമ്മയായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജു, പുള്ളി ഒരു കരയോഗത്തിന്റെ ഒരു പ്രസിഡന്റ് ആയിട്ടാണ് വരുന്നത്. പുള്ളി ആ റോള് ശരിക്കും അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഒരു സീനിൽ പുള്ളിക്ക് അത് വളരെ പുള്ളിയിൽ നമുക്കറിയാം, പുള്ളിക്ക് അതൊക്കെ വളരെ ഈസിയാണ്. പുള്ളി ഈസി ആയിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോളാണ്. വളരെ ഒരു ബോൾഡായിട്ട് ഒരു ലുക്കും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. പുള്ളി വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ അടിപൊളിയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ റീലൊക്കെ ചേരുന്ന മറ്റേ സുബിൻ ഡാർസൽ, പുള്ളിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു റോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അരുൺ കുമാർ, നമ്മുടെ മീശമാധവനിലെ മറ്റേ ദിലീപിന്റെ ചെറുപ്പകാലം അഭിനയിച്ച പുള്ളി അതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പാണ് പുള്ളി ഇതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അത് പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൽ പറഞ്ഞു വെക്കുന്നത് ഒരു മരണം നടക്കുന്ന വീട്ടിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിൽ കോമഡിയും വരുന്ന രീതിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു മരണ വീട്ടിൽ ലൈറ്റ് ഇടാൻ വരുന്നത്, കസേര വെക്കാൻ പന്തലിടാൻ വരുന്നത്, പറമ്പ് ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു മരണ വീടിന്റെ അടുക്കള വശത്തുണ്ടാവുന്ന സംസാരങ്ങൾ, അതിൽ നിന്നുണ്ടാവുന്ന പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിലവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ തമാശയാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാവുന്ന കുറച്ച് എലമെന്റ്സ് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെ ഈ പടത്തിൽ അവർ അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിന്റ് അടിക്കാൻ വരുന്ന 2 ടീമുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ ഗുരുവായൂരമ്പലനടയിൽ ഹെലിക്കാൻ പറപ്പിക്കുന്ന ആ ഒരു പുള്ളി പടത്തിൽ വിഷയമാണ്. പുള്ളിയുടെ ഒരു സെഗ്മെന്റ് ഒക്കെ തൊട്ട് അടിപൊളിയാണ്. പുള്ളിയുടെ കൂടെയുള്ള പുള്ളിയുടെ ആളാണ് നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ സ്കിറ്റ് ചെയ്യുന്ന ഒരു പുള്ളി. അപ്പോൾ അതാണ് ഞാൻ പറയുക, ഈ പടത്തിൽ ഒത്തിരി പേരുണ്ട്. അതിൽ കുറേ പേരെ ഇവർ മിനി സ്ക്രീനിൽ നിന്നും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും കുറേ പേരെ പിക്ക് ചെയ്തിട്ട് അവർക്ക് നല്ല ഗംഭീര വേഷം കൊടുത്തിട്ടുണ്ട്. അത് അവർ ഗംഭീരമായിട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. സിജു സണ്ണിയുടെ ഒരു സീക്വൻസിൽ വരുന്ന ഒരു സോങ് ഉണ്ട്. ആ സോങ്ങിന്റെ പ്ലേസ്മെന്റും ആ ഒരു സീക്വൻസും
ഭയങ്കര അടിപൊളിയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആയിരുന്നു. അതിലെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. ആ പാട്ടിൻ്റെ ഒരു പ്ലേസ്മെൻറ്റും അവിടുത്തെ സിജു സണ്ണിയുടെ ഓരോ പരിപാടിയൊക്കെ ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര രസിച്ച് പടം കാണുന്നു. ക്ലൈമാക്സിൽ കുറേ തമാശകൾക്ക് ശേഷം ഒരു സെൻറ്റിമെൻ്റൽ സീക്വൻസിലൂടെ പടം തീരുകയാണ്. ആ തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. അതുപോലെ തന്നെ ജോമോൻ ജോദറിൻ്റെ സീക്വൻസ് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം വളരെ രസമായിരുന്നു പുള്ളിയുടെ ആ ഒരു സീക്വൻസ് കണ്ടിരിക്കാനായിട്ട്. ഒരു മികച്ചൊരു ചിത്രം, ഒരു മികച്ചൊരു ഫാമിലി എൻ്റർടൈനർ. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഡു ഗൈസ് വാച്ച് ഇറ്റ് ആൻഡ് ഷെയർ ഫീഡ്ബാക്ക്.